ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എപ്പിസോഡ് ഇടാൻ ലേറ്റ് ആയത് അതുകൊണ്ട് തന്നെയാണ്. വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ബന്ധുക്കൾ ചോദിക്കുന്നുണ്ട്, ആ എവിടെ മനോരമയുടെ മരുമകൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ പ്രീതി വരുവാണ്. അപ്പോഴേക്കും ശ്രുതിയും തൊട്ടടുത്ത് വരുന്നുണ്ട്. ഇത് കൊള്ളാലോ, ഇതാരാ എന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി മനോരമയൊക്കെ പറയുന്നുണ്ട്, ഇതാണോ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് കേട്ടില്ലേ, ഇവിടുത്തെ മരുമകൾ തന്നെ. ഇവിടുത്തെ മരുമകളോ? കല്യാണ പെണ്ണിൻ്റെ മരുമകളുടെ അനിയത്തിയായത്. അനിയത്തിയോ? ആ കുട്ടി ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മനോരമ പറയുന്നുണ്ട്, അതെ, അശ്വിൻ കല്യാണം കഴിച്ച പിന്നെ ഇവിടെ അല്ലാണ്ട് പിന്നെ എവിടെ നിൽക്കാനാ? എന്തൊക്കെയാണ് പറയണത് മനോരമ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അശ്വിൻ സാറും കല്യാണം കഴിച്ചെന്നോ? ആര്? ഈ കുട്ടീനെയോ? എന്നിട്ട് ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, അത് പെട്ടെന്നുള്ളൊരു കല്യാണം ആയിരുന്നു, അങ്ങനെ ആരെ അറിയിക്കാനൊന്നും പറ്റിയില്ലെന്ന് പറയുമ്പോൾ, എന്നാലും അതെങ്ങനെയാണ് പെട്ടെന്നൊരു കല്യാണം നടത്തിയത്? അതിനുള്ള കാരണം എന്താ? അശ്വിൻ സാറാമിൻ്റെ കല്യാണം ഇങ്ങനെയൊക്കെ ഒരുക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ പറയാണ്. എന്നാലും ഇത് വല്ല എന്തെങ്കിലും പണി പറ്റിയിട്ട് കല്യാണം കഴിച്ചതാണോ എന്ന് ചോദിക്കുകയാണ്. എന്തായാലും ചിലപ്പോൾ കല്യാണ പെണ്ണിൻ്റെ വീട്ടുകാർ, അതായത് ഈ പ്രീതിയുടെ വീട്ടുകാർ ചിലവ് കുറയ്ക്കാൻ വേണ്ടി ശ്രുതിനെയും കൂടി കല്യാണം കഴിപ്പിച്ച് വിട്ടതാണോ എന്ന് വന്ന ബന്ധുക്കളൊക്കെ ചോദിക്കുമ്പോഴേക്കും മനോരമ എടുത്ത വായിക്ക് പറയട്ടെ, അയ്യോ അതിനെന്ത് ചിലവാണ് ഇവർക്ക് ഉണ്ടായത്? ചിലവ് ഫുള്ളും നോക്കിയത് ഞങ്ങളാണല്ലോ, അശ്വിനാണോ ചിലവ് ഫുള്ളും നോക്കിയത്, അല്ലാണ്ട് ഇവരുടെ വീട്ടുകാർ ഒന്നും നോക്കിയിട്ടില്ല. ആകെ ഉടുത്തിരുന്ന ആ സാരി അല്ലാണ്ട് വേറൊരു സാധനം ഇവർ വാങ്ങിച്ചിട്ട് വന്നിട്ടില്ല എന്നൊക്കെ പറയണം. എന്നാലും ഇത് ഭയങ്കര കഷ്ടം തന്നെയായി പോയേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടേക്ക് അശ്വിൻ വരുവാണ്. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് ചോദിക്കുമ്പോൾ, എന്നാലും അശ്വിനെ കല്യാണം കഴിഞ്ഞ ഞങ്ങളുടെ അടുത്തൊന്നും പറയില്ലല്ലോ. അതെന്താ? എനിക്ക് ഈ കുട്ടിനെ കല്യാണം കഴിക്കണമെന്ന് തോന്നി, ഞാൻ കല്യാണം കഴിച്ചു. അങ്ങനെ കല്യാണം കഴിക്കുമ്പോൾ എല്ലാവരും അറിയിച്ച് കഴിക്കണമെന്ന് വല്ല നിയമമുണ്ടോ? ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, കുഞ്ഞ നീ എന്തൊക്കെയാണ് പറയണത്? പിന്നെ ഇവരപ്പോൾ പറയണത് മര്യാദയാണോ? നോക്ക്, ശ്രുതി എൻ്റെ പെണ്ണാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് കല്യാണം കഴിക്കണമെന്ന് തോന്നി കല്യാണം കഴിച്ചു, അത്രയേ ഉള്ളൂ എന്ന് പറയാണ്. ശേഷം അശ്വിൻ നടന്ന് പോകുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, സോറി, അവൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ, ഓഫീസിൽ എന്തൊരു ടെൻഷനും പ്രഷറും, അത് കാരണം അങ്ങനെയൊക്കെ സംസാരിച്ചത്. ഞങ്ങൾക്ക് എന്തായാലും വിഷമമായി, കുഴപ്പമില്ല, എന്തായാലും രണ്ട് മരുമക്കളെ കാണാൻ പറ്റുമല്ലോ വന്നതുകൊണ്ട്. പിന്നെ ഞങ്ങൾ ഒരാൾക്കുള്ള ഗിഫ്റ്റേ കൊണ്ടുവന്നിട്ടുള്ളൂ, രണ്ടുപേരും കൂടി പങ്കുവെച്ചെടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ 3 പേരും കൂടിയിട്ട് പ്രീതിക്ക് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുകയാണ്. ശ്രുതി എടുത്ത് പറയുന്നുണ്ട്, ശ്രുതി നിനക്കും കൂടിയുള്ള ഗിഫ്റ്റ് ആട്ടോ ഇത്. എന്തൊക്കെ പറഞ്ഞാലും മനോരമ നീ ഭയങ്കര ഭാഗ്യവതിയാണ്, നല്ല സുന്ദരിയായിട്ടുള്ള മരുമകളെയാണ് നിനക്ക് കിട്ടിയത്. മുത്തശ്ശി ഈ 2 മരുമക്കളും ഭയങ്കര സുന്ദരിയായിട്ടോ. ആരാണ് കൂടുതൽ സുന്ദരി എന്ന് പറയാൻ പറ്റില്ല, അതുപോലെയാണ് നല്ല സ്വഭാവം, നല്ല അച്ചടക്കം, ഒതുക്കം, എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാ, നല്ല 2 മരുമക്കളെ കിട്ടിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം നമ്മുടെ രാമേട്ടൻ വരുമ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല രാമ, ഫുഡൊക്കെ ആയിട്ടുണ്ടോ? ആയിട്ടുണ്ട്, വന്നാലും എന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയും പ്രീതിയും പോയിട്ട് ആ ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും മനോരമ വരും കേട്ടോ. ഇത് കൊള്ളാലോ, വന്ന പാടെ അതങ്ങോട്ട് ഒറ്റക്കെടുക്കാമെന്ന് നീ വിചാരിച്ചോ? എടി, നിന്റെ അടുത്ത് ആരുടെ പറഞ്ഞ് ഗിഫ്റ്റ് എടുക്കാനായിട്ട്? ഇതേ എൻ്റെ മരുമകൾക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റാണ്, അല്ലാണ്ട് നിനക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് ഒന്നല്ല, മാറി നിൽക്കടി അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ ആട്ടുവാണ്. അതിനുശേഷം പ്രീതി എടുത്ത് പറയുന്നുണ്ട്, എടി ഈ ഗിഫ്റ്റ് ബോക്സൊക്കെ നിനക്ക് വേണ്ടല്ലോ, എൻ്റെ റൂമിൽ കൊണ്ട് വെക്ക്. എന്താടി നിനക്ക് വേണോ? വേണ്ടമ്മേ എന്ന് പറയാണ്. എങ്കിലൊരു കാര്യം ചെയ്യും, ഈ ഗിഫ്റ്റ് എല്ലാം പോയിട്ട് എൻ്റെ റൂമിൽ കൊണ്ടേ വെക്ക്, കേട്ടല്ലോ. പിന്നെ നിനക്കൊരു വിചാരമുണ്ട്, എൻ്റെ മോനെ കറക്കി കയ്യിലെടുക്കാമെന്ന്, അതൊക്കെ നിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുള്ളൂ. എൻ്റെ മോനെ എങ്ങാനും കയ്യിലെടുക്കാമെന്ന് നീ വിചാരിച്ച് കഴിഞ്ഞുണ്ടല്ലോ, ഭാര്യനേക്കാളും വലിയ സ്ഥാനമാണ് അമ്മക്കുള്ളത്, അമ്മ കഴിഞ്ഞിട്ടുള്ള ഭാര്യ, കേട്ടല്ലോ. അതുകൊണ്ട് എൻ്റെ മോനെ കയ്യിലെടുക്കാമെന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ടേ, അതൊരിക്കലും നടക്കില്ല, നിൻ്റെ തലയുടെ മന്ത്രം ഒരിക്കലും നടക്കില്ല എന്നൊക്കെ പറയണം. ശേഷം അവിടെ നിന്ന് അവരങ്ങോട്ട് പ്രീതി അങ്ങോട്ട് ഗിഫ്റ്റൊക്കെ വെക്കാൻ വേണ്ടി പോകുക കേട്ടോ. അതിനുശേഷം അശ്വിൻ വരുമ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞിട്ട്, എന്നാലും കുഞ്ഞ നീ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി, അവർ നമ്മുടെ ഗസ്റ്റാണ് എന്നുള്ള കാര്യം നീ മറന്നോ? ഗസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വായന നല്ല മര്യാദക്കുള്ള വർത്താനം വരണം. അവരെന്ത് രീതിയിലാണ് വർത്താനം പറഞ്ഞത്? ശ്രുതി എൻ്റെ ഭാര്യയാണ്, അവളെന്നല്ല ഈ വീട്ടിൽ ആര് എന്ത് മോശമായിട്ട് ആര് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കും, ഞാൻ ഇങ്ങനെ തന്നെ പ്രതികരിക്കും, ശ്രുതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള യാതൊരു റൈറ്റ്സും അവർക്കില്ല എന്നൊക്കെ പറയാണ്. ഇനിയും ഇതുപോലെ പറഞ്ഞ് ഞാൻ ഇനിയും പറയും, ശ്രുതിയെ എൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകുകയാണ്. അശ്വിൻ സപ്പോർട്ടാണ് കാണുമ്പോൾ ശ്രുതിക്ക് വല്ലാത്ത സന്തോഷവും തോന്നുന്നുണ്ട്. അശ്വിൻ പോയി കഴിയുമ്പോൾ മനോരമ പറയുന്നുണ്ട്, കണ്ടില്ലേ അമ്മ അവരുടെ സ്വഭാവം മാറിയത്? നോക്കടി ശ്രുതി, എല്ലാത്തിനും കാരണം നീയാടി. അവൾ കീറസാരിക്കാരി വന്നിരിക്കുന്ന, അവൾ അമ്മയുടെ മുഖത്തൊക്കെ എതിർത്തൊരു വർത്താനം പോലും പറയാത്ത പയ്യനാ. ഇപ്പം പറയാ എൻ്റെ ഭാര്യ ആരെങ്കിലും എതിർത്ത് പറഞ്ഞാൽ തിരിച്ചു പറയുമോന്ന്. ആടി നീ അപ്പോഴേ കൈവശം കൊടുത്തല്ലോടി, 2 ദിവസമായുള്ളൂ കെട്ടി വന്നിട്ട്, അപ്പോഴേക്കും അശ്വിൻ അവളെ വാലി തൂക്കിയിട്ടു എന്നൊക്കെ പറയാണ്. അതിനുശേഷം എല്ലാവരും പോയി കഴിയുമ്പോഴേക്കും പ്രീതി മുകളിൽ നിന്ന് ബാൽക്കണിയിലുള്ള ചെടികളൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി
പ്രീതിയുടെ അടുത്ത് വരുന്നുണ്ട്. ചേച്ചി ചേച്ചി എന്നോട് സംസാരിക്കുക ചേച്ചി, ചേച്ചി എന്താ ചേച്ചി എന്നോട് സംസാരിക്കാതെ, ചേച്ചി എന്താ പിണക്കമാണോ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീതിനെ ഇങ്ങനെ തിരിച്ച് നിർത്തിയിട്ട് പ്രീതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ശ്രുതി. അതിനുശേഷം നമ്മുടെ എന്താന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി കണ്ണിലെ കുറച്ച് കൺമഷി എടുത്തിട്ട് പ്രീതിക്ക് മറുക് തൊട്ട് കൊടുക്കുകയാണ്. കണ്ണേറ് കിട്ടാതിരിക്കാനായിട്ട്, എൻ്റെ ചേച്ചിക്ക് കണ്ണേറ് കിട്ടാതിരിക്കാനായിട്ട്. ചേച്ചി നല്ല സുന്ദരിയാണ് ചേച്ചി, സിനിമാ നടികൾ മോഡൽസൊക്കെ ഇല്ലേ അവരെ പോലത്തെ സൗന്ദര്യ ചേച്ചിക്ക്, നല്ല ഭംഗിയാണ് എൻ്റെ ചേച്ചിനെ കാണാനായിട്ട് എന്ന് പറയുമ്പോഴേക്കും പ്രീതി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. നോക്ക് ചേച്ചി, ചേച്ചി ഇനിയെങ്കിലും എന്നോട് സംസാരിക്കുക ചേച്ചി, നോക്കിക്കേ ഇവിടെ കണ്ണൊക്കെ ഇങ്ങനെ 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 പെടച്ചിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ ഇറുക്കി കാണിക്കുക കേട്ടോ. ശ്രുതിയുടെ കോപ്രായം കാണുമ്പോൾ പ്രീതിക്ക് ചിരി വരുന്നുണ്ട്. അതെ, നീ ഇങ്ങനെ കോപ്രായം കാണിച്ച് എന്നെ ചിരിപ്പിക്കൊന്നും വേണ്ട, എനിക്ക് ദേഷ്യം തന്നെയാണ്. ആഹാ, ചേച്ചിക്ക് ദേഷ്യമാണോ? എങ്കിൽ എനിക്ക് കാണണമല്ലോ, ചേച്ചിക്ക് എന്നോട് മിണ്ടാതിരിക്കുമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ ചേച്ചി, ചേച്ചിക്ക് എങ്ങനെ എന്നോട് മിണ്ടാതിരിക്കാൻ പറ്റും ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ പ്രീതി പെട്ടെന്ന് ശ്രുതിനെ കെട്ടിപ്പിടിക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോളെ എനിക്ക് നിന്നോട് ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷെ നിന്നോട് മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റില്ലടി, ഞാൻ നിൻ്റെ ചേച്ചിയല്ലേ എന്ന് പറയാണ്. നീയും ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് കേട്ടോ എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്. അവർക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ അമ്മായി വരുന്ന ഭാഗം കാണിക്കണം കേട്ടോ. അമ്മായി വരുമ്പോഴേക്കും അമ്മായി പറയുന്നുണ്ട്, ഞാൻ പ്രീതിനെയും അതുപോലെ തന്നെ ആകാശിനെയും വീട്ടിൽ വിളിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയാണ്. അപ്പോഴേക്കും മനോരമ ചോദിക്കണ്ട, പ്രീതി ആകാശം മാത്രമല്ലോ ശ്രുതിയും അശ്വിനും ഇല്ലേ എന്ന് പറയുമ്പോൾ, അത് ഞങ്ങളുടെ മുറപ്രകാരം നടത്തിയ കല്യാണം അല്ലല്ലോ, അവരിഷ്ടപ്രകാരം കല്യാണം കഴിച്ചതല്ലേ, ഞാൻ എന്തായാലും പ്രീതിനെ ആകാശിനെ വിളിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത് എന്ന് അമ്മായി പറയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ എനിക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹായ് അമ്മായി, എന്താ സുഖം തന്നെയല്ലേ, ശ്രുതിയുടെ അച്ഛനമ്മക്ക് സുഖമല്ലേ? സുഖമാ മോനെ എന്ന് പറയാണ്. അല്ല അമ്മായി വെറുതെ വന്നതാണോ എന്ന് എനിക്ക് ചോദിക്കുമ്പോൾ, അല്ല, ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങുണ്ടല്ലോ പ്രീതിനെയും ആകാശിനെയും, അതിനു വേണ്ടി വന്നതാ. ഓ അതെയോ, അപ്പം ശ്രുതിനെയും അശ്വിനെയും കൊണ്ടുപോകുന്നില്ലേ എന്ന് എനിക്ക് ചോദിക്കുക കേട്ടോ. അത് കേൾക്കുമ്പോൾ അമ്മായി മിണ്ടാതിരിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ അമ്മായി വരുമ്പോഴേക്കും ഭയങ്കര സന്തോഷത്തിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി കുളിച്ച് റെഡിയായിട്ട് ഡ്രസ്സൊക്കെ മാറി നല്ല സുന്ദരിയായിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി റെഡിയാവുന്ന ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. നാളെ എന്തായാലും ശ്രുതിനെ കൂട്ടാണ്ടാണ് അമ്മായി പോണത്. പ്രീതിനെ മാത്രമേ കൂട്ടിക്കൊണ്ട് പോകുള്ളൂ. ശ്രുതിക്ക് വല്ലാത്ത വിഷമമാവും കേട്ടോ. ശ്രുതി അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശി പറയണത്, കുഞ്ഞാ നീ ഒന്ന് കൊണ്ടുപോയിട്ട് ശ്രുതിനെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുക, അവൾക്ക് ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അച്ഛനും അമ്മേനെ കാണുന്നൊക്കെ ആഗ്രഹം അവൾക്കും ഉണ്ടാവില്ലേ എന്നൊക്കെ പറയണം. അങ്ങനെ അശ്വിൻ ശ്രുതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കാൻ വേണ്ടി പോകും കേട്ടോ. പക്ഷെ പകുതി റോഡ് എത്തുമ്പോഴേക്കും അശ്വിൻ്റെ തനി സ്വഭാവം കാണിക്കും. ശ്രുതിനെ അവിടെ ഇറക്കി വിടുകയാണ് ചെയ്യണത്. ശ്രുതി തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴോ അമ്മയും അച്ഛനും അമ്മായൊക്കെ അവിടെ നിന്ന് ഇറക്കി വിടും. ശ്രുതി ആരുമില്ലാത്തൊരു അവസ്ഥയിലായിരിക്കും കേട്ടോ. അങ്ങനെ ശ്രുതിക്കൊരു വാശി കയറാണ്, തിരിച്ച് വീട്ടിലേക്ക് പോവില്ല, അശ്വിൻ്റെ വീട്ടിലേക്കും പോവില്ല, തൻ്റെ വീട്ടിലേക്കും പോവില്ല. അങ്ങനെ അമ്പലത്തിൻ്റെ നടയിൽ അവിടെ പോയി ഇരിക്കുകയാണ്. തന്നെ ഇപ്പോൾ ആർക്കും വേണ്ട, താൻ അനാഥയായി, ആർക്കും തൻ്റെ സ്വന്തം അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഒരിക്കലും തനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്നൊക്കെ ആലോചിച്ചിട്ട് ശ്രുതി പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. പക്ഷേ അമ്പലത്തിൽ ശ്രുതിനെ അന്വേഷിച്ച് വന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ അശ്വിനാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ നിന്ന് അശ്വിനെ ശ്രുതിനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ശ്രുതി പോകത്തില്ല കേട്ടോ. ഇല്ല ഞാൻ വരില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിനെ പൊക്കി എടുത്തുകൊണ്ട് തിരിച്ച് കാറിലേക്ക് കയറ്റുന്ന നല്ലൊരു അടിപൊളി ഭാഗം കിട്ടും നാളത്തെ എപ്പിസോഡിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ടാണ് കേട്ടോ പെട്ടെന്ന് ചുരുക്കി പറഞ്ഞത്. അതിനിടയിൽ പിന്നെ സംസാരമൊക്കെ ഉണ്ട്, മനോരമയുടെ ഇംഗ്ലീഷ് പറച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ, വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നാളത്തെ എപ്പിസോഡ് നല്ല എപ്പിസോഡാണ് കേട്ടോ. അശ്വിൻ്റെ ശ്രുതിയുടെ നല്ല ഭാഗങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നാളത്തെ എപ്പിസോഡിന് വേണ്ടി തന്നെ നമുക്ക് കാത്തിരിക്കുന്നത്. പ്രൊമോ ഭയങ്കര സൂപ്പറായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.